കോടിയേരി ബാലകൃഷ്ണൻ ഒരു പരിപാടിയിലേക്ക് CPM നേതൃത്വം നൽകുന്ന ഒരു പരിപാടിയിലേക്ക് BJP നേതാവ് എത്തുന്നു എന്നത് രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പൊതുമണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള നിരവധി വർഷക്കാലം പതിറ്റാണ്ടുകൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. നിരവധി ഭരണതലത്തിൽ നിരവധി ഉത്തരവാദിത്തം വഹിച്ചവർ, പാർട്ടി തലത്തിൽ ഉത്തരവാദിത്തം വഹിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്നെ വിളിച്ചപ്പോൾ ഞാൻ വന്നു. അതിൽ രാഷ്ട്രീയമൊന്നും കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാത്തിനും രാഷ്ട്രീയം കാണുന്നതാണ് തെറ്റ്. നിങ്ങളതിന് രാഷ്ട്രീയം കാണുന്നത്. എൻ്റെ നാട്ടിലെ ഒരു സമുന്നതനായ നേതാവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നു. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, സ്വന്തം വീട്ടിലാണ് ചെയ്യുന്നത്. അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ സമൂഹത്തിന് മറക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. രാഷ്ട്രീയ എതിരെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം നമുക്ക്. ആ അഭിപ്രായം വെച്ചുകൊണ്ട് തന്നെ പറയാം, ഈ പൊതുമണ്ഡലത്തിൽ നിരവധി വർഷക്കാലം പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച ഒരു പൊതുസമ്മതനായ നേതാവ് തന്നെയാണ്. ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്തതാണ്. അപ്പോൾ അത്തരമൊരു നേതാവിൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരു അനാച്ഛാദനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം വിളിച്ചാൽ വരുന്നത് എന്താ തെറ്റ്? എനിക്കറിയില്ല. അതിലൊന്നും നിങ്ങൾ വല്ല വിവാദം ഉണ്ടാക്കിയാൽ എനിക്ക് വിഷയമൊന്നുമില്ല. അതിലൊന്നും ഒരു വിവാദമില്ല. ഇതൊക്കെ നന്മയുടെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ വന്ന നന്മയുടെ പ്രതീകമായിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വരുന്നത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ ഹരിദാസ് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടന്നപ്പോൾ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു വിഭാഗം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അങ്ങനെ ഒരു ചർച്ചയും നടത്തില്ല. ഞാൻ ആരോടും ചോദിച്ചിട്ടുമല്ല വന്നത്. എന്തിനാ പ്രസിഡന്റ് ഞാൻ ഇന്ന് രാവിലെയാണല്ലോ ചേട്ടാ എറണാകുളത്ത് നിന്ന് അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അത് ഇതൊക്കെ ചർച്ച ചെയ്യും. അവിടേക്ക് മറ്റൊരു ആളുടെ വീട്ടിൽ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് എന്തിനാ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുന്നു? അതെന്തിനാ സംസ്ഥാന കമ്മിറ്റി? ഇല്ലാത്ത കുറേ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് എന്താ കാര്യം? നിങ്ങൾ കുറേ നുണകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ പങ്കെടുക്കുന്ന ചർച്ച എനിക്ക് ഒരു സുരേന്ദ്രൻ ചോദിച്ചിട്ടുമില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഞാൻ സുരേന്ദ്രനോട് ചോദിച്ചിട്ടുമില്ല. ചോദിച്ചാലല്ലേ ഇങ്ങനെയുള്ളൊരു വിഷയം, എൻ്റെ നാട്ടിലെ വിഷയം നിങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത ചർച്ചയാണ്. CPM RSSും BJP ഒക്കെ പരസ്പരം ഏറ്റുമുട്ടിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ബലിദാനികളെയൊക്കെ മറന്നുകൊണ്ടാണ് പങ്കെടുക്കുന്നത്. പാർട്ടിക്കകത്ത് തന്നെ അങ്ങനെ ഒരു വിമർശനവും പാർട്ടി ചർച്ചയും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ കാലഘട്ടം തുടരണമെന്നാണ് ആഗ്രഹം. എപ്പോഴും വൈരാഗ്യത്തോടെ രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ വിളഭൂമിയായിട്ട് കേരളം മാറണം, കണ്ണൂർ ജില്ല മാറണം, തലശ്ശേരി മാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നത്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും. അതൊക്കെ കാലം കടന്നുപോയി. രാഷ്ട്രീയ സൗഹൃദം എല്ലാവർക്കും വേണം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടതാണ്. അല്ലാതെ രാഷ്ട്രീയ സംഘർഷമല്ല വേണ്ടത്. കഴിഞ്ഞ കാലത്ത് സംഭവവികാസങ്ങൾ അയവർത്തുകൊണ്ട് വീണ്ടും സംഘർഷ ഭൂമിയാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സംഘർഷം എന്നല്ലാണ്ട് സമന്വയമാണ് ആവശ്യം. നമ്മളന്നും പറയും സമഭാവമാണ് ആവശ്യം. അതൊക്കെ ആ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇപ്പോൾ അന്നും ഇന്നും വളരെ സൗഹാർദ്ദത്തോട് പോയിട്ടുണ്ട്. രാഷ്ട്രീയക്കാരുടെ സംഘർഷം കൊടുമ്പിരി കൊള്ളുമ്പോഴും കോടിയേരിയായിട്ട് വളരെ സൗഹാർദ്ദം എനിക്കുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അതിലൊരു സംശയമില്ല. ആ കുടുംബമായിട്ടുണ്ട്. ആ കുടുംബമാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഒന്നും തന്നെ ആരും തന്നെ എല്ലാവരുണ്ട്. ലീഗിന്റെ ഉണ്ട്. പ്രാദേശിക നേതാക്കൾ അല്ലല്ല, ലീഗിന്റെ ജില്ലാ നേതാക്കന്മാരുണ്ട്. നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. ലീഗിന്റെ ജില്ലാ നേതാവുണ്ട്, കോൺഗ്രസിന്റെ ജില്ലാ നേതാവുണ്ട്, എല്ലാവരും ഉണ്ട്. ആരാ ഇല്ലാത്ത? ജില്ലാ പ്രസിഡന്റോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് അവരുടെ മനോഗതിക്ക് വിട്ടേക്ക് നിങ്ങൾ, അവരുടെ മനോഭാവത്തിന് വിട്ടേക്ക് നിങ്ങൾ. ഞാൻ DCC ഓഫീസിൽ വിളിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ ലീഗിന്റെ ഓഫീസിൽ വിളിച്ചിട്ടാണ് എന്നോട് വരുന്നത്. ഞാൻ എന്തിനാ അവരെ നോക്കേണ്ട ആവശ്യം? എൻ്റെ കാര്യമല്ലേ ഞാൻ നോക്കണ്ടോ? എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യത്തിൽ ഞാൻ വന്നു, അത്ര തന്നെ. അതിൽ എൻ്റെ സംഘടന എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ആര് വിവാദം ഉണ്ടാക്കിയാലും അതൊന്നും വലിയ വിവാദമായിട്ട് ചർച്ച ചെയ്തിട്ട് എന്തിന് പാർട്ടിയിൽ നിങ്ങൾ പറ സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്യും. സ്റ്റേറ്റ് കമ്മിറ്റി ഒന്നും അങ്ങനെ ഒരു ചർച്ചയൊന്നും നടത്തില്ല. സ്റ്റേറ്റിൽ ഇതൊരു ആരും ഉന്നയിച്ചിട്ട് വേണ്ട ചർച്ച നടത്താൻ. ഇതിലെത്രയോ ആളുകൾ ഇവിടെ തലശ്ശേരിയിലെ പൊതുമുഖങ്ങളിലൂടെ, ഞാൻ തലശ്ശേരിക്കാരനാണ്. എൻ്റെ വീട്ടിൽ 100-500 മീറ്ററിന് ഇപ്പുറത്താണ് ഈ സ്ഥലം. പിന്നെ ഞങ്ങൾക്ക് വരുന്നത് എന്താ ബുദ്ധിമുട്ട്? ഈ സൗഹാർദ്ദം എന്നുള്ളതാണ്. ഇന്നുള്ള നെറ്റിന്നില്ലാത്ത വെറുതെ ഈ രാഷ്ട്രീയ സംഘർഷം പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ ദയവായിട്ട് വേർതിരിക്കരുത്. കുടുംബത്തിൽ ആരാ ഹരിയാണ ക്ഷണിച്ചതാരാ? എന്നെ കുടുംബത്തിന് അവരുടെ ഭാര്യ വിനോദിനിയും അവരുടെ മകനും വിളിച്ചാണ് എന്നെ. അതൊക്കെ ഞങ്ങളെ പേഴ്സണൽ പ്രശ്നം. ഞാൻ അങ്ങനെ പറയുന്ന കൂടെ തെറ്റുമില്ല. അവർ വിളിച്ചുകൊണ്ടാണ് വന്നിട്ടുണ്ട്. പാർട്ടി നേതാക്കന്മാർ ആരും വിളിച്ചിട്ടില്ല. വിനോയും വിളിച്ചു. 100% വിളിച്ചു. ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ട ബാക്കിലാണ് ഇവർ വർഷങ്ങളോളം വാടക താമസിച്ചത്. മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ വിനോദിനെ ചേച്ചി എൻ്റെ വീട്ടിൻ്റെ പുറകിലാണ് താമസിച്ചിരുന്നത്. ആ കാലത്ത് എൻ്റെ വീടുമായിട്ട് സൗഹാർദ്ദമുണ്ട്. ആ സൗഹാർദ്ദം ഇപ്പോഴും ഉണ്ടാവും, സ്വാഭാവികമാണ്. എന്തിനാത്? അതിലൊക്കെ എന്താ തെറ്റ്? അതിലൊന്നും ഞങ്ങളെ രാഷ്ട്രീയത്തിന് അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. ഞങ്ങളെ രാഷ്ട്രീയം എല്ലാവരുമായിട്ട് ഒത്തുപോകണം എന്നുള്ള രാഷ്ട്രീയക്കാരാണ്. നിങ്ങൾ അങ്ങനെ വേർതിരിക്കേണ്ട അതിനാണ്. ശരി.